Good afternoon. Good afternoon, ma'am. Good afternoon, Miss. Good afternoon. Good afternoon, ma'am. ആരാ prayer പാടുന്നത്? പേരാരാ? Prayer എന്ന സ്റ്റാർട്ട് ചെയ്യുന്നു. There shall be showers of blessing. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessings we need. Mercy drops round us are falling, but for the showers we plead. But for the showers we plead. Okay. തോട്ടാരാ? സൈൻ പറഞ്ഞോളൂ കേട്ടോ. സൈൻ പറഞ്ഞു. സൈൻ ആരെങ്കിലും പറയൂ. ഞാൻ പറയാം മാം. Good afternoon, ma'am and friends. Myself, Adira Kiran. Welcome to today's section. I am honored to be speaking with you all today. It's wonderful to see so many familiar faces and new ones too. Let's take a moment to appreciate the opportunity to connect, share ideas, and learn from each other. I am excited for our time together and look forward to a productive and inspiring conversation. I appreciate your guidance and support, teacher. Teachers help us in learning new things. Let's get started and make the most of our time together. Thank you, ma'am and friends. വയ്യായിരുന്നു മാം, പനി, അതാ സൗണ്ട് ഇടയ്ക്ക് ഇതായി. പറഞ്ഞല്ലോ. ഓക്കെ. തോട്ട് തോട്ടാരാ? ആരെങ്കിലും ഒരാൾ പറഞ്ഞേ തോട്ട്. പറയട്ടെ മാം. ഓക്കെ. Every day is a new chance to do something good. Courage is not the absence of fear, but the strength to overcome it. You are strong. Thank you, think you are. A kind word can brighten someone's day. Thank you, ma'am. നെക്സ്റ്റ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആയിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലെ. ആ ചാപ്റ്റർ നമ്മൾ തീരാറായി, കംപ്ലീറ്റ് ആക്കാറായി. നമ്മള് ഒരു ചെറിയൊരു പോർഷനും കൂടി ഉണ്ട് അല്ലെ. Milestones of development and stimulating the child. അതും കൂടി നമുക്ക് എടുക്കാനുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒരു ആക്ടിവിറ്റി പോലെ നമുക്ക് ചെയ്യാം അത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ തരാം മിസ്. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരെ കൊണ്ടും ഒരു ആക്ടിവിറ്റി പോലെ ചെയ്യിക്കാം. All children follow the same series and pattern, but rate of development may be different. This successive pattern in different aspects of development constitute milestones of development. Okay, so milestones of development എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ചിൽഡ്രനും നല്ല രീതിയിൽ അല്ലെ, എന്ന് വെച്ചാല് കുട്ടികള് സെയിം സീരീസിലാണ് വളരുന്നത് അല്ലെ. ഇല്ലേ, നമ്മളെല്ലാവരും നമുക്കറിയാം, നമ്മളെല്ലാവരും നമ്മളെല്ലാവരിലും ഡെവലപ്മെന്റ് ഉണ്ടാകുന്നുണ്ട് അല്ലെ. പക്ഷെ ആ ഡെവലപ്മെന്റ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരിലും വ്യത്യസ്തമാണ് ഇല്ലേ. ഡിഫറെന്റ് അല്ലേ. നമ്മൾ നോക്കുമ്പോ എല്ലാവരും വളരുന്നുണ്ട് അല്ലെ, കുട്ടികൾ വളരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മളും വളരുന്നുണ്ട് അല്ലെ. ഡെവലപ്മെന്റ് ഉണ്ടാകുന്നുണ്ട് നമ്മളിൽ.
പക്ഷെ ആ ഡെവലപ്മെന്റ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡിഫറെന്റ് ആണ്. എന്തിലൊക്കെ ഡിഫറെന്റ് ഉണ്ടാവാം, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? എന്തിലൊക്കെയാണ് കുട്ടികളിൽ ഡിഫറൻസ് നമ്മൾ കാണാൻ പറ്റുക നമുക്ക്? ക്യാരക്ടർ, ക്യാരക്ടർ, പിന്നെ height and weight. വെരി ഗുഡ്. ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ അല്ലേ? ഓക്കെ. പിന്നെ ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞത് കറക്റ്റ് ആണ്. ഫിസിക്കൽ ആയിട്ട്, അതുപോലെ മെന്റൽ ആയിട്ട്, അതുപോലെ തന്നെ എന്താണ് ക്യാരക്ടറിലൊക്കെ എന്താണ് ഡിഫറൻസ് ഉണ്ടാവും അല്ലെ? പക്ഷെ നമ്മൾ നോക്കുമ്പോ എന്താണ്, എല്ലാ കുട്ടികളും ഒരുപോലെയാണ് വളരുന്നത്, അവരുടെ റേറ്റില്, ആ ഡെവലപ്മെന്റ് റേറ്റില് വ്യത്യാസമുണ്ട്. ഓക്കെ, അതിനാല് കുട്ടികൾ ഓൾ ആസ്പെക്റ്റിലും, എല്ലാ ആസ്പെക്റ്റിലും ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പറയുന്നത് മൈൽ സ്റ്റോൺസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന്. ഈ താഴെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, മൈൽ സ്റ്റോൺസ് ആട്രിബ്യൂട്ടിങ് ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. ഈ ഓരോ കുട്ടികളുടെ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു കുട്ടി ജനിച്ചു 6 മാസമാകുമ്പോ അവനിൽ ഉണ്ടാകുന്ന പ്രത്യേകതകൾ, അവന്റെ ക്യാരക്ടർ എങ്ങനെയാണ്, അവൻ എന്താണ് ഇഷ്ടപ്പെടുന്നത് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നിങ്ങളൊന്ന് നോക്കിയേ, ഫസ്റ്റ് നോക്കാം. ഐ ആം 6 months ഓൾഡ് അല്ലെ? 6 മാസമായപ്പോ ആ കുട്ടിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്, അവൻ എന്തൊക്കെയാണ് ഇഷ്ടം. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു 8th വണ്ണിൽ നോക്കിയേ, ഐ ആം 1 year ഓൾഡ്. 1 വയസ്സായപ്പോ ആ കുട്ടിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്, അവന്റെ ഇഷ്ടങ്ങള്, അനിഷ്ടങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 15th വൺ നോക്കിയേ, 15th വൺ ഐ ആം 3 years ഓൾഡ്. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് 17th വൺ നോക്കാം, ഐ ആം 4 years ഓൾഡ്. അപ്പൊ 4 കുട്ടികളെ നമുക്ക് ആവശ്യമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ആരെങ്കിലും 4 ആള് വരാം. ആരാവും? 6 മാസമുള്ള ഒരു കുട്ടിയാവണം. അതുപോലെ 1 year, ഓക്കെ, 1 വയസ്സുള്ളത്, അതുപോലെ 3 വയസ്സുള്ളത്, 4 വയസ്സുള്ള കുട്ടി. ഇനി അവന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഒരു 5 മിനിറ്റ് സമയം തരാം. 4 കുട്ടികൾ വേണം, ആരൊക്കെയാണെന്ന് തീരുമാനിക്കാം. എന്നിട്ട് ഇപ്പൊ 1 വയസ്സുള്ള കുട്ടി പറയുന്ന പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അഭിനയിക്കാം. മനസ്സിലായോ? ആക്ട് ചെയ്താൽ മതി. പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ആരാണ് 6 മാസമുള്ള കുട്ടിയാവുന്നത്? വീഡിയോ ഓൺ ചെയ്തിട്ട് ചെയ്യേണ്ടതാ? ഇല്ല, വീഡിയോ ഓൺ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. 1 വയസ്സുള്ള കുട്ടി ഞാനാകാം മിസ്. 6 months. 6 months. അജിത 1 വയസ്സുള്ള കുട്ടി. ഇനി അങ്കിത 6 months. 6th month. ഓക്കെ, പിന്നെ കളിക്കില്ല. ബാക്കി 2 കുട്ടികൾ ആരുമില്ലേ പറയാനായിട്ട്? ആരെങ്കിലും 2 ആളുകള്? 3 yearsഉം 4 yearsഉം ആരാവും? അല്ലെങ്കിൽ ഞാൻ പേര് വിളിക്കേണ്ടി വരും. പേര് വിളിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പറയോ? ജസ്റ്റ് അതില് കൊടുത്തിരിക്കുന്നത് വായിച്ചാൽ മതി. സിമ്പിൾ ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. സഹാന 3 years old. 3 years old. ഓക്കെ, ഇനി ഒരു കുട്ടിയും കൂടിയും വേണം. 4 years old. ഷോണിമ 4 years old. ഓക്കെ, ജസ്റ്റ് ഒന്ന് 5 മിനിറ്റ് സമയം തരാം കേട്ടോ. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. വായിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരായിട്ട് പറഞ്ഞു തുടങ്ങിക്കോളൂ കേട്ടോ.
ഒന്നും കൂടി ഡൗട്ട് മാം. ജസ്റ്റ് അതിന് വായിച്ചാൽ മതിയോ മാം? വായിച്ചാ മതി. 6 മാസമുള്ള കൊച്ചിന് പറയാൻ പറ്റില്ല അല്ലേ? ഓക്കെ, ജസ്റ്റ് Yes, പറഞ്ഞാ ma'am. പറഞ്ഞാ മതി. ഓക്കെ. റെഡി ആയെങ്കിൽ കമന്റ് ഇട്ടാ മതി കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, ഫസ്റ്റ് ആരാ? അങ്കിത. സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. Okay, I just imitate, ma'am. ഓക്കെ, സാരില്ല, ചെയ്തോളൂ. Hi, good afternoon, everyone. I am Ankita. I am just 6 month old, and I cannot speak properly like you all, but I can try to speak like Baba, Mama, and Dada. And I like to grab things when I look at around, and I love to hold a rattle like click click click. And I also love to look at my mama's face. When I see my mama's face, I love to smile around. And I also like to play peekaboo when I look at my mama. And also I play with my sister also. And I like to being to search for the object like a remote and papa's car, keys, like that. And thank you. Just I try, ma'am. ഹലോ. ഓക്കെ, ഇംഗ്ലീഷിൽ തന്നെ പറയണമെന്നില്ല കേട്ടോ, മലയാളത്തിലായാലും പറയാം. ഓക്കെ, പേടിക്കേണ്ട ആവശ്യമില്ല. മലയാളത്തിലായാലും നിങ്ങൾക്ക് പറയാം. Okay. നന്നായിട്ട് പറഞ്ഞു കേട്ടോ. എല്ലാരും ഒരു ക്ലാപ്പ് കൊടുത്തേ. അങ്കിതയ്ക്ക് സൂപ്പർ ആയിരുന്നല്ലോ. ഓക്കെ, Thank you. ഞാനാ മിസ്. അജിത. ഹായ്, എൻ്റെ പേര് അജിത. മലയാളത്തിൽ പറഞ്ഞ മൈ നെയിം ഈസ് അജിത. മിസ് എന്താ മിസ്? I am 1 years old now. I can run. I love you to jump, hop, and run in a ample space. I can climb, strain with support.
I love to play ball games. I can talk to Mama Gone. I love to play with the toys which I can manipulate. I can drink milk, ask for food, and love to help my mother in her daily chores. I can follow simple instruction of my age. I love to be with the other children. I can express my toilet's need. Thank you, Miss. ഓക്കെ, നന്നായിരുന്നു അല്ലേ? ഓക്കെ, നെക്സ്റ്റ് 3 years. ആരാണ് 3 years പറഞ്ഞത്? ഷഹാന. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ഷഹാന. എനിക്ക് നന്നായി ഓടാനും ചാടാനും കഴിയും. നല്ല പാട്ട് കേൾക്കുമ്പോൾ അതിനനുസരിച്ച് ഡാൻസ് കളിക്കാനും എല്ലാം എനിക്ക് കഴിയും. ഓക്കെ, അത്രയുള്ളൂ. ഓക്കെ, മൂന്നാമത്തെ വയസ്സിന്റെ എളുപ്പമാണല്ലേ? ജസ്റ്റ് ഒരു ലൈനുള്ളൂ. ഓക്കെ, അതെ. ചെയ്തു കേട്ടോ. ഇനി 4 years. ഞാനാണ് മാം. എനിക്ക് ഇമിറ്റേറ്റ് ചെയ്യാനൊന്നും അറിയില്ല. ആ, സാരമില്ല. ഓക്കെ, Hi friends, I am 4 years old. I can ride a bicycle. I love to ride a tricycle. I can dress and undress, and I love to dress and undress myself. എൻ്റെ മോൻ്റെ ഒരു കാര്യമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഹായ്, എനിക്ക് ഡ്രസ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് സിബ് ഇടാനും ബട്ടൺസ് ഇടാനും അമ്മയുടെ സഹായം വേണം. ഓക്കെ. Okay. I can identify objects. I love to play with different materials like animals, fruits, vegetables, and explore the texture, size, and shapes. I can speak in sentence and express my feelings and needs. I love to scribe and color using crayons. I can take care of my toilet. I love to play with children of my age. I love to listen to stories of animals. I love to recite rhymes. ഇവർ ഈ ഒരു ഏജിൽ ഭയങ്കര ക്രിയേറ്റീവ് ആയിരിക്കും. ഓക്കെ, ഞാൻ ഈ ഒരു ഏജിൽ ക്രിയേറ്റീവ് ആയിരിക്കും. എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആവണം. ആൻഡ് I can make my own toilet and I reading to their during these days. And I want to be a regular emotion person, but I can't. I want to improve my motor skills. I love to be uh, means I love to play, jump, hop, everything, and I need mama support. Thank you, ma'am. നന്നായിട്ട് ചെയ്തല്ലോ എല്ലാവരും. ഓക്കെ, ഒരു ആക്ടിവിറ്റി പറയുമ്പോ മടിച്ചു നിൽക്കരുത് കേട്ടാ. എന്തായാലും തെറ്റിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. നമ്മളൊക്കെ തന്നെയല്ലേ എല്ലാവരും, നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ. അപ്പൊ മടിച്ചു നിൽക്കാതെ വരിക. ഓക്കെ, നന്നായിട്ട് ചെയ്തു കേട്ടോ 4 പേര്. സൂപ്പർ ആയിരുന്നു. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇന്ന് മിസ് മോക്ക് ടെസ്റ്റ് തരാം കേട്ടോ. ഇനി നെക്സ്റ്റ് യൂണിറ്റ് 8 ഗുഡ് മാനേഴ്സ് ആണ് ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോണേ കേട്ടോ മിസ്. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കിട്ടിയവരൊന്ന് പറഞ്ഞു കൊടുക്കും കേട്ടോ. 67. 67. എന്താണ് ഗുഡ് മാനേഴ്സ് എന്ന് പറഞ്ഞാലും? നല്ല പെരുമാറ്റം. നല്ല പെരുമാറ്റം അല്ലേ? ഓക്കെ, നിങ്ങളെ മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ നല്ല പെരുമാറ്റം അല്ലെങ്കിൽ മറ്റുള്ളവരോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത്? കൊടുക്കാറുണ്ടോ? ഉണ്ട്. ഉണ്ട്.
ഓക്കെ, അപ്പോ ഗുഡ് മാനേഴ്സിനെ കുറിച്ചാണ് ജസ്റ്റ് ഒരു പേജ് ഉള്ളൂ കേട്ടോ പഠിക്കാനായിട്ട്. സിമ്പിൾ ആണ് അത് പഠിക്കാനായിട്ട്, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഗുഡ് മാനേഴ്സ് എന്ന് പറഞ്ഞാല് നല്ല പെരുമാറ്റം. മാനേഴ്സ് വിത്ത് ഫ്രണ്ട്സ്, ഇനി ഫ്രണ്ട്സിനോട് എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത് കേട്ടോ. ഫ്രണ്ട്സ് ഇൻ ഈറ്റ് ഈസ് എ ഫ്രണ്ട് ഇൻഡീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹായം ആവശ്യമുള്ള ഒരു സുഹൃത്ത് തീർച്ചയായും ഒരു സുഹൃത്താണ് അല്ലെ. ഗുഡ് ഫ്രണ്ട് ഈസ് എ മസ്റ്റ് ഫോർ എവ്രിബഡി, ഇല്ലേ? നിങ്ങൾക്കുണ്ടോ ഗുഡ് ഫ്രണ്ട്സ്? ഉണ്ടോ? ഉണ്ട് അല്ലെ. ഓക്കെ, സോ വി ഹാവ് ഗുഡ് ഫ്രണ്ട്സ് ആൻഡ് മെയിൻറ്റെയിൻ ദ ഫ്രണ്ട്ഷിപ്പ് ഈവൻ വിത്ത് ആൻ എംപതറ്റിക് മൈൻഡ്. എംപതറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എംപതറ്റിക് എന്താണ് മീനിങ്? എംപതറ്റിക് എന്ന് പറഞ്ഞാല് സഹാനുഭൂതി. ഓക്കെ, എംപതറ്റിക് മീൻസ് സഹാനുഭൂതി. സഹാനുഭൂതിയോട് കൂടിയിട്ട്, അങ്ങനെ ഒരു മൈൻഡോട് കൂടിയിട്ട് വേണം നമ്മള് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. Teachers should assert the importance of good friendship and give some instructions on how to maintain friendship through manners. എന്താണ് ടീച്ചേഴ്സ് അസേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഊന്നി പറയുക. അസേർട്ട് മീൻസ് ഊന്നി പറയുക. ടീച്ചേഴ്സ് എപ്പോഴും എന്താണ്? ഗുഡ് ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഇമ്പോർട്ടൻസ് കുട്ടികളോട് ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ എന്താണ്? നല്ലൊരു രീതിയിൽ ഗുഡ് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും അവർക്ക് എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം. ഇനി നോക്കാം, ഒരു ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് കേട്ടോ. അതൊരു എന്താണ് മാനേഴ്സ് വിത്ത് ഫ്രണ്ട്സ്, ജസ്റ്റ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒരു ജനറലൈസ് ചെയ്ത് പറഞ്ഞതാണ്. ഇനി നെക്സ്റ്റ് നോക്കാം, ബാത്റൂം മാനേഴ്സ്. ഓക്കെ, ബാത്റൂം മാനേഴ്സ്. While taking a bath, how to behave is a must every day. Using others' soft towels. Okay, നിങ്ങൾ എന്താണ്? എങ്ങനെയാണ് ബാത്റൂമിൽ അല്ലെ, ബാത്റൂം എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെ? ബാത്ത് കുളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ബാത്റൂം എങ്ങനെയാണ്, അതിനുള്ള അവിടെ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ പിള്ളേരോട്? അതുപോലെ തന്നെ നമ്മളെല്ലാവരും എല്ലാ ദിവസവും കുളിച്ചിട്ടാണോ ക്ലാസ്സിൽ വരാറ്? ആണോ ക്ലാസ്സിൽ ഇരിക്കാറ്? എല്ലാ ദിവസവും കുളിക്കാറുണ്ടോ? കുളിച്ചിട്ട് വേണം അല്ലെ കുട്ടികളോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അവരെ ക്ലാസ്സിലേക്ക് വിടുമ്പോഴും അവരെ കുളിപ്പിച്ചിട്ട് നല്ല ബോഡിയൊക്കെ ക്ലീൻ ആക്കിയിട്ട് വേണം വിടാനായിട്ട് അല്ലെ. അല്ലെങ്കിൽ എന്താണ്, ഉറക്കച്ചടവോട് കൂടിയൊക്കെ ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിൽ അത് പിള്ളേർക്ക് ബുദ്ധിമുട്ടാണ് അല്ലെ. ടീച്ചേഴ്സ് പറയുന്നത് കേൾക്കാനായിട്ട് അവർക്ക് ചിലപ്പോ ഉറങ്ങി ഒരു ലേസിനെസ്സോട് കൂടിയിട്ടായിരിക്കും അവരിയ്ക്കുന്നത്. അപ്പൊ കുളിച്ചിട്ടൊക്കെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്, ഒരു ഹെൽത്തിക്ക് നല്ലതാണ്. അതുപോലെ തന്നെ ഒരു എന്താണ്, ഒരു ഉണർവ് കിട്ടാനായിട്ട് നമുക്ക് എന്താണ് നല്ല രീതിയിൽ കുളിപ്പിക്കുന്നതിലൂടെയൊക്കെ നമുക്കൊരു ഉണർവ് കിട്ടും. അപ്പൊ നല്ല രീതിയിൽ പഠിക്കാനായിട്ട് കുട്ടികളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ കുട്ടികളെയൊക്കെ ബാത്ത് അല്ലെ കുളിപ്പിച്ചിട്ടൊക്കെ ക്ലാസ്സിലേക്ക് വിടണം അല്ലെ. എല്ലാ അമ്മമാരും ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ അതൊക്കെ. ഓക്കെ, അതുപോലെ തന്നെ ടവൽസ് ഈ എന്താണ് ടിഷ്യൂസ്, അതുപോലെ തന്നെ എന്താണ് സോപ്പുകള്, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കണം. ഇനി ഡിപ്പ് പിയേഴ്സ് ആർ ബാഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിപ്പ് പിയേഴ്സ് ആർ ബാഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹ്യൂമറസ് വേയില് പുവറായിട്ടുള്ള ബാത്റൂം ഹൈജീൻ പ്രാക്ടീസിനെ പറയുന്നതാണ് കേട്ടോ. ഓക്കെ, ഡിപ്പ് പിയേഴ്സ് ആർ ബാഡ് എന്ന് പറഞ്ഞാല് ഹ്യൂമറസ് വേയില്, ഞാൻ പറഞ്ഞു തരാം കേട്ടോ, അത് മനസ്സിലാക്കി തരാം. ഹ്യൂമറസ് വേയില് പുവർ ബാത്റൂം ഹൈജീനെ പറയുന്നതാണ്. ഒരു പ്രയോഗമാണ്, ചെറിയ രീതിയിലുള്ള ഒരു പ്രയോഗമാണ് ഡിപ്പ് പിയേഴ്സ് ആർ ബാഡ് എന്ന് പറഞ്ഞാല്. ഇപ്പൊ ചിലവര് കുളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോർത്താതെ തലയൊക്കെ തോർത്താതെ ഇറങ്ങി ഓടാം. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മേത്തേക്കൊക്കെ വെള്ളങ്ങളൊക്കെ ഇങ്ങനെ തെറിപ്പിക്കാം ഇല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ കുഞ്ഞുമക്കള്? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇല്ലേ, നമ്മളും ചെയ്യാറുണ്ടല്ലേ ചെറുപ്പത്തിലേക്ക്. എന്റെ മോളായാലും ചെയ്യാറുണ്ട്. ഈ വാതിലൊക്കെ തുറന്നിട്ട് ബെഡ്റൂമിലേക്കൊക്കെ വെള്ളം തെറിപ്പിക്കും, അങ്ങനെ കാര്യങ്ങള്. അതുപോലെ തന്നെ ഇപ്പോഴും ചെയ്യും മാം. ചെയ്യാറുണ്ടോ?
ഞാനല്ല മോള്. ഓക്കെ പറഞ്ഞപ്പോ ഓക്കെ ഓക്കെ. ഇല്ല മാം, ഞാൻ പറയാം മോള് അപ്പൊ തുറക്കണ്ട പറഞ്ഞെങ്കിൽ തുറന്നിട്ട് ഫുള്ള് എല്ലാരും ചണ്ടാക്കിട്ട് ആദ്യം കുളിപ്പിക്കും. അവക്ക് കളി പിന്നെ ബക്കറ്റ് ഫുള്ള് വെള്ളാക്കിട്ട് അതിൽ സോപ്പ് വെള്ളാക്കിയിട്ട് അതിന് ആദ്യം ഫുള്ള് കമ്മറോട് ഫുള്ളാക്കിയിട്ട് ആദ്യം വാഷ് ചെയ്യിപ്പിക്കുന്ന മാതിരി ആക്കും. ഇതെല്ലാം കാര്യം. പിന്നെ ബാത്ത് ടവൽ വേണമെന്ന് വെള്ളത്തിനിട്ടിട്ട് പോയി ഇത് സണ്ടായി മമ്മി എനക്ക് വേണ്ട അങ്ങനെ പറഞ്ഞിട്ട് കൊറേ പണി തരും. ബാത്റൂമിലേ ഇല്ലു ആക്ടിവിറ്റി, പുറത്തൊന്നും ഉണ്ടാവലില്ല. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെ. എന്റെ മോളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ കുളിപ്പിക്കുമ്പോ 2 മണിക്കൂറാണ് കുളിക്കാനായിട്ട്. ബാത്റൂമിലൊക്കെ വെള്ളം നിറഞ്ഞ് ഇങ്ങനെ കെട്ടിക്കിടക്കും. മതി മതി എന്ന് പറഞ്ഞാലും അവൾ ഇറങ്ങൂല. സെയിം ഇപ്പൊ കുറച്ച് കുറഞ്ഞു. ഇല്ലെങ്കിൽ വന്നപാട് ബാത്റൂമിൽ തന്നെ ഉണ്ടാവും ഫുള്ള് വാഷ്. അത് ആദ്യം ഹൈജീൻ പാർട്ട് ഉണ്ടാവും, വാഷ് യുവർ ഹാൻഡ് ആൻഡ് ടോസ് ആൻഡ് ക്ലീൻ. അപ്പൊ ഞാൻ പറയും സിന്റാക്സിന്റെ വെള്ളം കാലാന്നവരെ ആരും പറഞ്ഞിട്ട് ക്ലീൻ ചെയ്യാന്. ഫുള്ള് ഒരു സിന്റാക്സ് വെള്ളത്തിൽ ഇരിക്കുള്ളൂ വരുമ്പോ. ഇതേ പണിയുണ്ട്. ഇപ്പൊ കുറച്ച് കുറഞ്ഞു. ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ്. അപ്പൊ കുളിക്കാതെ അല്ല തല തോർത്താതെ ഓടുന്നത്, അതുപോലെ തന്നെ സോപ്പുകളിലൊക്കെ ഇങ്ങനെ വെള്ളം മാറ്റി അത് ചിലപ്പോ അലുത്തു പോവാ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, മറ്റുള്ളവരിലേക്ക് വെള്ളം തെറിപ്പിക്കുന്നത്, അതൊക്കെയാണ് ഡിപ്പ് PSR പാഡ് എന്ന് പറയുന്നത്. ഒരു പ്രയോഗമായിട്ടാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇനി എന്താണ് കാക്കോഗ്രഫി ഓൺ വാൾസ്? എന്താണ് ഈ ചുമരിലൊക്കെ ഇങ്ങനെ നമ്മൾ അക്ഷരങ്ങളൊക്കെ എഴുതൂലേ, അങ്ങനെ ചെയ്യുന്നത്. ഡ്രോയിങ് പിക്ചേഴ്സ് ഓൺ ബാത്റൂം ഡോർസിലൊക്കെ എന്താണ് പിക്ചേഴ്സ് വരച്ചു വെക്കാം. ആൻഡ് പുട്ടിങ് വേസ്റ്റ് ടു ബാഡ് അല്ലെ, അവിടെ ബാത്റൂമിലൊക്കെ വേസ്റ്റുകൾ ഇടാം. ഇതൊന്നും ചെയ്യരുത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. സോ correct the students and give the right instructions while they go to the bathroom and toilet. നമ്മൾ ടോയ്ലറ്റിലും ബാത്റൂമിലൊക്കെ പോകുമ്പോൾ സ്റ്റുഡൻസിനെ ഇല്ലേ, ടീച്ചർമാരാവാൻ പോകുന്നവരാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കാം? കറക്റ്റ് ആക്കി എല്ലാ ഇൻസ്ട്രക്ഷൻസും, റൈറ്റ് ഇൻസ്ട്രക്ഷൻസ് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് വേണം ബാത്റൂമിലോട്ട് വിടാനായിട്ട്. ഇനി എന്തൊക്കെയാണ് നോക്കിയേ. give strict commands when you send the students for the intervals. നമ്മളെ ഇന്റർവെൽസിൽ കുട്ടികളെ ബാത്റൂമിലേക്ക് വിടാറുണ്ട് അല്ലെ. നമുക്കറിയാം കുഞ്ഞു മക്കളാണല്ലേ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത്. അപ്പൊ അവർക്ക് എന്താണ് നല്ല രീതിയിൽ ചിലപ്പോ പറഞ്ഞത് കേൾക്കുന്നുണ്ടാവില്ല. അപ്പൊ ടീച്ചർമാര് പറയുന്ന ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിൽ വേണം അവരെ ബാത്റൂമിലോട്ട് വിടാനായിട്ട്. ഇന്റർവെൽസിലൊക്കെ നോക്കാം. ഗോ 1 by 1. എന്താണ് ലൈൻ ആയിട്ട് പോവാനായിട്ട് പറയാറുണ്ട് അല്ലെ. നമ്മളോടും ചെറുപ്പത്തിലെ ടീച്ചേഴ്സ് നമ്മളെ ബാത്റൂമിലേക്ക് വിടുമ്പോൾ എന്താണ് ലൈൻ ആയിട്ട് പോവാ, അല്ലെങ്കിൽ പുറകില് കൈ കെട്ടി ചുണ്ടത്ത് വിരലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോവാൻ പറയും അല്ലെ. മറ്റുള്ള ക്ലാസ് ഒക്കെ ചിലപ്പോ അവിടെ നടക്കുന്നുണ്ടാവും. നമ്മളെ ബാത്റൂമിൽ വിടുമ്പോ ചിലപ്പോ 2 ആൾക്കാരൊക്കെ ആയിട്ട് കിട്ടുള്ളൂ, ബാത്റൂമിൽ തിരക്കായിരിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ വിടാറുണ്ട്. അപ്പൊ 1 by 1 ആയിട്ട് പോകണം. എന്താണ് ഗോ സൈലന്റ് ആയിട്ട് പോവാ. ഡു നോട്ട് സ്ക്രൈബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ അലസമായിട്ട് എഴുതരുത്. അവിടെ ഒന്നും അലസമായിട്ട് എഴുതരുത്. ഡു നോട്ട് പുൾ ആൻഡ് പുഷ് അതേഴ്സ്. അവിടെ മറ്റുള്ളവരെ തള്ളാതെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ഇപ്പൊ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ മറ്റുള്ളവര് തള്ളി കളിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോ അവിടെ വീഴാം, ചെടിയിലൊക്കെ വീഴാം. കണ്ടിട്ടില്ലേ മഴക്കാലത്തൊക്കെ ബാത്റൂമിലൊക്കെ പോകുമ്പോ? കണ്ടിട്ടുണ്ടാ? നിങ്ങൾക്കൊന്നും അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ലേ? ഉണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഫോർ ഇന്നഫ് വാട്ടർ. ഫോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒഴിക്കുക, മറ്റുള്ളവരെ മേത്തോട്ട് ഇങ്ങനെ വെള്ളം തെറിപ്പിക്കുന്നത്, അങ്ങനെയൊന്നും പാടില്ല. അതുപോലെ തന്നെ എന്താണ് വാഷ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്. കാലും അതുപോലെ തന്നെ കൈകളൊക്കെ നല്ല രീതിയിൽ കഴുകിയിട്ട് വേണം വരാനായിട്ട്. ഡു നോട്ട് ഡ്രിങ്ക് ദ വാട്ടർ ഇൻ ദ ബാത്റൂം. ബാത്റൂമിൽ നിന്ന് വെള്ളം കുടിക്കാനായിട്ട് പാടില്ല. പുട്ട് ദ ഡൈപ്പേഴ്സ് റൈറ്റ് പ്ലേസ്. ഡൈപ്പർ എന്ത് ചെയ്യണം? റൈറ്റ്, അവിടെ ബക്കറ്റ് വെച്ചിട്ടുണ്ടാവും, കറക്റ്റ് ആയിട്ട് നമ്മൾ ഇടാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഡൈപ്പറൊക്കെ കറക്റ്റ് പ്ലേസിൽ ഇടാം. യൂസ് ദ ടോയ്ലറ്റ് പ്രോപ്പർലി, പുട്ട് ദ സിപ്പ് കറക്റ്റ്ലി ആൻഡ് കെയർഫുള്ളി എക്സെട്ര. അങ്ങനെയുള്ള എന്താണ് സിപ്പ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഇടണം. അതുപോലെ തന്നെ കെയർഫുൾ ആയിട്ട് ഇടാം. അങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ടോയ്ലറ്റ് പ്രോപ്പർലി യൂസ് ചെയ്യണം എന്നുള്ളത് ടീച്ചേഴ്സും പറഞ്ഞു കൊടുക്കേണ്ട കടമയാണ്, ടീച്ചേഴ്സിന്റെയും ഒരു കടമയാണ്. The above instructions definitely give the students in the right way. നല്ല രീതിയിൽ ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് അവര് എന്താണ്
ശരിയായ രീതിയിൽ എന്താണ് ഗൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇങ്ങനെയുള്ള ടീച്ചർമാർ ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് സ്ട്രിക്റ്റ് ആയിട്ട് അവരും ഫോളോ ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. ഫോളോ ചെയ്യുന്നുണ്ടാവും ടീച്ചർമാര് പറയുമ്പോൾ. അമ്മമാര് പറയുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മളിപ്പോ വീട്ടിൽ വരുമ്പോ തന്നെ ഇപ്പൊ ഹോംവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോ തന്നെ ഇങ്ങനെയല്ല ടീച്ചർ പറഞ്ഞത് പറയാറില്ലേ. അമ്മമാരെക്കാട്ടിലും ആർക്കാണ് അവര് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ടീച്ചർമാർക്കായിരിക്കും അല്ലെ. പറയാറുണ്ടോ? ഇല്ല, പറയാറില്ല. പറയാറുണ്ട്. ഓക്കെ. അപ്പൊ ആ ടീച്ചർമാര് പറയുന്ന കാര്യങ്ങളൊക്കെ അവര് അനുസരിക്കാറുണ്ട്. ഇൻ ദിസ് വേ ദേ ക്യാൻ ഗെറ്റ് ഗുഡ് ബാത്റൂം ബിഹേവിയർ. ഇതിലൂടെ നല്ല രീതിയിലുള്ള ഗുഡ് ബാത്റൂം ബിഹേവിയർ അവര് സ്വായത്തമാക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ബാത്റൂം മാനേഴ്സിൽ വരുന്നത്. ക്ലിയർ ആണോ? ബാത്റൂം മാനേഴ്സ് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. സിമ്പിൾ ആണ് കേട്ടോ. ഇനി ജസ്റ്റ് ആ ബെഡ്റൂം മാനേഴ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. ബെഡ്റൂം മാനേഴ്സ് ആരെങ്കിലും ഒരാളെ കൊണ്ട് മിസ് പറയിപ്പിക്കാം. ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. സിമ്പിൾ ആണ്. പഠിച്ചു കഴിഞ്ഞാല് കമന്റ് ഇടണം കേട്ടോ. ആര് പറയും ബെഡ്റൂം മാനേഴ്സ്? ഞാൻ പറയാം മാം. ഷഹാന പറഞ്ഞു പോലെ. നേരത്തെ എണീക്കുക, നേരത്തെ കിടക്കുക, അത് സ്റ്റുഡൻസിന് മസ്റ്റാണ്. അത് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ബെഡിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാ ഡ്യൂട്ടീസും, അതായത് കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ഗുഡ് നൈറ്റ് പറയണം. രാവിലെ എണീക്കുമ്പോൾ ഗുഡ് മോർണിംഗ് പറയണം പാരൻസിനോട്. പിന്നെ ദൈവത്തിനോട് നന്ദി പറയണം രാവിലെ എണീക്കുമ്പോൾ. പിന്നെ അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. നേരത്തെ എണീക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ നമ്മുടെ രാവിലത്തെ പ്രഭാത കർമ്മങ്ങൾ പെട്ടെന്ന് ചെയ്ത് തീർക്കുക. കഴിയുമെങ്കിൽ കഴിയുന്ന കുട്ടികളാണെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുക, പാരൻസിനെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ സ്കൂളിൽ കറക്റ്റ് ടൈമിൽ പോവാൻ ശ്രമിക്കുക. പിന്നെ ടീച്ചർ പറയേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ ഇതാണ് ചെറിയ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. ടീച്ചർ പറയുന്ന ഏറ്റവും നേരത്തെ എണീക്കണം. പിന്നെ നമ്മൾ കിടക്ക ഒക്കെ നേരെ നീറ്റായിട്ട് വൃത്തിയായിട്ട് മടക്കി ഒരു ഭാഗത്ത് അതിൻ്റെതായ സ്ഥലത്തൊക്കെ മടക്കി വെക്കണം. പിന്നെ പാരൻസുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ, വർക്കുകളിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം. പിന്നെ സ്കൂളിലേക്ക് എത്രയും നേരത്തെ പോവാൻ ശ്രമിക്കണം. ഓക്കെ, നന്നായിട്ട് പറഞ്ഞു അല്ലേ. സൂപ്പർ ആയിരുന്നല്ലോ. ഓക്കെ, ഞാൻ പറയും ഒരാളും കൂടി ബെഡ്റൂം മാനേഴ്സ് ആരാ പറയാ? ഞാൻ പറയാം. കൃഷ്ണപ്രിയ പറയട്ടെ. രാവിലെ നേരത്തെ എണീക്കണം. അതുപോലെ തന്നെ രാത്രി നേരത്തെ കിടക്കാനും ശ്രമിക്കണം. പിന്നെ
രാവിലെ എണീച്ച് വരുമ്പോൾ ഗുഡ് മോർണിംഗും രാത്രി കിടക്കാൻ പോകുമ്പോൾ ഗുഡ് നൈറ്റും പറഞ്ഞിട്ട് വേണം കിടക്കാൻ വേണ്ടിയിട്ട്. ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് വേണം കിടക്കാനും എണീച്ചിട്ട് വരുമ്പോഴും. പിന്നെ പറ്റുന്ന രീതിയിൽ പേരൻസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. രാവിലെ എണീച്ചതിന് ശേഷം നമ്മുടെ പ്രഭാത കർമ്മങ്ങളിലൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യണം. പറ്റുന്ന രീതിയിൽ പേരൻസിനെ ഹെൽപ്പ് ചെയ്യണം പറ്റുന്നവരാണെങ്കിൽ. പിന്നെ കറക്റ്റ് ടൈമിൽ സ്കൂളിൽ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതുപോലെ ടീച്ചർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് രാവിലെ എണീക്കണം. എണീച്ച് വരുമ്പോൾ നമ്മളെ ബെഡും എല്ലാം നീറ്റായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം. പേരൻസിനെ അവരെ വർക്കിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പഠിക്കണം. പിന്നെ സ്കൂളിൽ നേരത്തെ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓക്കെ, ഇനി ജനറൽ മാനേഴ്സ് ഒന്ന് വായിച്ചു നോക്കിയേ. നന്നായിട്ട് പറയട്ടോ കൃഷ്ണപ്രിയും ഷഹാനെ. നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ജനറൽ മാനേഴ്സ്. ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ബെഡ്റൂം മാനേഴ്സ് ക്ലിയർ ആയില്ല എല്ലാവർക്കും? മിസ് പറയണമെന്നുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ, ജനറൽ മാനേഴ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. അയച്ചു കഴിഞ്ഞാല് കമന്റ് ഇടാം കേട്ടോ. മനസ്സിലായല്ലേ? ക്ലിയർ ആണോ? ഓക്കെ, ഷോണിമ ഒന്ന് പറയാൻ പറ്റോ? ഓക്കെ മാം. ജനറലി ടീച്ചേഴ്സ് കുട്ടികൾക്ക് ജനറൽ മാനേഴ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും കോമൺ ആയിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കുട്ടികളിൽ ഈ കാര്യം വരുമ്പം സ്കൂളിലത്തെ സിറ്റുവേഷനിൽ ജനറലി ടീച്ചേഴ്സ് അവർക്ക് ഓരോരോ ഇൻസ്ട്രക്ഷൻസ് കമാൻഡ്സ് ഇങ്ങനെ ഫോളോ ചെയ്യണം. ഒരു എല്ലായിടയ്ക്കും ഒരു റൂൾസ് ഉണ്ടാവും. സൊസൈറ്റിയിലായാലും സ്കൂൾ അങ്ങനെ ഡിഫറെൻറ്റ് പ്ലേസിൽ ഡിഫറെൻറ്റ് റൂൾസ് ഉണ്ടാവും. അപ്പോൾ സ്കൂളിലത്തെ റൂൾസ് പാലിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അവർ സോഷ്യലി പഠിക്കേണ്ട മാനേഴ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ടീച്ചേഴ്സ് കുറച്ച് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. അപ്പോൾ ടീച്ചേഴ്സ് അവർക്കത് കമ്പൽ ചെയ്തിട്ട് അത് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ അത് അവർ ചെയ്യുന്നുണ്ടോന്ന് ടീച്ചേഴ്സിന് വാച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് അവർക്ക് അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് അവർക്ക് എന്താണ് അതിൻ്റെ പോരായ്മകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. കുട്ടികളെ ബിഹേവിയേഴ്സ് ഇപ്പോൾ മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ എന്ന് പറയുന്ന പോലെ നമ്മൾ ഒരു കോമൺ പ്ലേസിൽ പോകുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട പല കാര്യങ്ങളും ഉണ്ട്. കുറേ കൂട്ടമായിട്ട് ജീവിക്കുന്ന സമയങ്ങളിൽ നമ്മളും കുറച്ച് സോഷ്യൽ മാനേഴ്സ് കീപ്പ് ചെയ്യണം. എന്നാലേ നമുക്ക് സൊസൈറ്റിയിൽ ജീവിക്കാൻ പറ്റൂ. അപ്പോൾ ഹെൽപ്പിംഗ് അതേഴ്സ്, ഇപ്പം നീഡി പീപ്പിളിന്
ആവശ്യമുള്ളവരെ സഹായിക്കുക. പിന്നെ നല്ല നല്ല വേർഡ്സ് പൊളൈറ്റായിട്ട് സംസാരിക്കുക. പിന്നെ സൊസൈറ്റിയിലുള്ള റൂൾസ് കീപ്പ് ചെയ്യുക. കോമൺ റൂൾസ് കുട്ടികൾക്ക് പറ്റുന്ന രീതിയിലുള്ള കോമൺ റൂൾസ് കീപ്പ് ചെയ്യുക. പിന്നെ ഈ അടി ഇടി കളവ് ഫൈറ്റിങ് അതൊക്കെ ബാഡ് ഹാബിറ്റ്സ് ആണെന്ന് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതൊക്കെയാണ്. പിന്നെ പൊളൈറ്റ് ആയിട്ടുള്ള വേർഡ്സ് എന്ന് പറയുമ്പം താങ്ക് യു. നമ്മളിപ്പോൾ ഒരു കാര്യം നമുക്ക് ഒരാൾ തരുവോ അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് താങ്ക് യു പറയുക. പിന്നെ നമുക്ക് അതിന് എതിർത്ത് പറയാതെ ഒരു എക്സ്ക്യൂസ് ചോദിക്കുക. അതിന് ബാഡായിട്ട് കാണാതെ ഒരു പൊളൈറ്റ് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുക. തെറ്റ് ചെയ്താൽ സോറി പറയാൻ അവർക്ക് വില്ലിങ് ആക്കുക. അതൊക്കെയാണ്. ഓക്കെ, വേറെ ആരെങ്കിലും വൈഷ്ണവി? സിയ പറഞ്ഞോ. സ്റ്റാർട്ട് ചെയ്ത പോലെ വിദ്യാർത്ഥികൾ നല്ല പെരുമാറ്റം പുലർത്തുന്നുണ്ടോയെന്ന് അധ്യാപകർ നിരീക്ഷിക്കണം. അവര് സോഷ്യൽ ബിഹേവിയർ ഒരു മനുഷ്യന്റെ പെരുമാറ്റം മെച്ചപ്പെടുത്തും. അതുപോലെ സൗണ്ട് വിട്ട് പോകുന്നു. നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടോ? ക്ലിയർ ആവുന്നില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ മാം? ഹലോ, ക്ലിയർ പറഞ്ഞോളൂ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ മാം? കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ. വിദ്യാർത്ഥികൾ നല്ല പെരുമാറ്റം പുലർത്തുന്നുണ്ടോയെന്ന് അധ്യാപകർ നിരീക്ഷിക്കണം. അവരുടെ സോഷ്യൽ ബിഹേവിയർ ഒരു വ്യക്തിയുടെ പെരുമാറ്റം നല്ലതാക്കും. സാധാരണയായിട്ട് അധ്യാപകര് കമാൻഡുകളൊക്കെ നൽകും, പക്ഷെ അവർ അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അധ്യാപകര് നിരീക്ഷിക്കാറില്ല. അതവര് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്തേണ്ടത് അധ്യാപകന്റെ കടമയാണ്. അതിലവര് പരാജയപ്പെട്ടാൽ അവർക്ക് ചെറിയ പണിഷ്മെന്റുകളൊക്കെ നൽകണം. പിന്നെ അവരത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കണം. അല്ലാത്ത പക്ഷം അല്ലെങ്കിൽ അവർക്ക് അത് പൊതുവായിട്ടുള്ള സോഷ്യൽ ബിഹേവിയർ ഉണ്ടാവുകയില്ല. അങ്ങനെയാണ് തോന്നുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് ആരാ? വൈഷ്ണവി പോയോ? ആണെന്നില്ലല്ലോ. പറയാൻ പറ്റുമോ? ട്രൈ ചെയ്യാമോ? സ്റ്റുഡൻസ് ജനറൽ മാനേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ടോയെന്ന് ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം. അവര് സോഷ്യൽ ബിഹേവിയർ ഉള്ള, അതായത് സാമൂഹ്യ പെരുമാറ്റമുള്ള ഒരു മനുഷ്യനെയാണ് നന്നാക്കാൻ പറ്റത്തുള്ളൂ, മികച്ചതാവുള്ളൂ. സാധാരണയായിട്ട് അധ്യാപകര് കമാൻഡ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അവര് സ്റ്റുഡൻസ് അത് ഫോളോ ചെയ്യുന്നുണ്ടോന്ന് അവര് നോക്കാറില്ല. അതിലവര് അധ്യാപകര് പരാജയപ്പെടുന്നുണ്ട്. നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ അതവര് പിന്തുടരുന്നുണ്ടെന്ന് അത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്യേണ്ടത് അധ്യാപകന്റെ, അത് ടീച്ചേഴ്സിന്റെ കടമയാണ്. അതിലവര് പരാജയപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റുഡൻസിനെ പണിഷ് ചെയ്യുക, ശിക്ഷിക്കുക, അവരത് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കുക എന്ന് ചെയ്യുക. അല്ലാത്ത ഇതില് അവർക്ക് പൊതുവായിട്ടുള്ള ഒരു പെരുമാറ്റം ഉണ്ടാകില്ല. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാമൂഹിക ജീവിയാണ്. അതുകൊണ്ട് ആ ആൾക്ക് എല്ലാവരുമായിട്ട് പൊരുത്തപ്പെടേണ്ടി വരും. സമൂഹത്തിലെ നിയമങ്ങളും അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻ, നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ പാലിക്കേണ്ടതായിട്ട് വരും. അതായത് പ്രത്യേകിച്ച് ആവശ്യമുള്ളവരെ മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ മോശമായിട്ട് സംസാരിക്കുന്നത് ഒഴിവാക്കുക, അഹങ്കാരം ഒക്കെ ഒഴിവാക്കുക, മടി ഒഴിവാക്കുക, പാപങ്ങൾ ചെയ്യുന്നതെല്ലാം ഒഴിവാക്കുക, അതായത് തെറ്റായ കർമ്മങ്ങൾ, അടിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലും പറയാതൊക്കെ ഒഴിവാക്കുക. മുതിർന്നവരോട് ബഹുമാനത്തോടു കൂടി സംസാരിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക,
നമ്മുടെ ജോലിയിൽ നമ്മൾ ശ്രദ്ധിക്കുക, ഡ്യൂട്ടി ചെയ്യാം. നമ്മുടെ ഡ്യൂട്ടി എന്താണോ തന്നിരിക്കുന്നത് ചെയ്യാം. അത് ചെയ്യാം. മറ്റുള്ളവരോട് നമ്മൾ നല്ല രീതിയിലുള്ള പൊളൈറ്റ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുക. എക്സാമ്പിള് താങ്ക് യു, പ്ലീസ്, സോറി എന്നിങ്ങനെയുള്ള, അതായത് മറ്റുള്ളവർക്ക് കേട്ട സന്തോഷം വരുന്ന, നമ്മളുടെ ഭാഗത്തുനിന്ന് തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ സോറി പറയാൻ, അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്താൽ അതിന് താങ്ക് യു പറയാൻ, അങ്ങനെയുള്ള കാര്യങ്ങള് മറ്റുള്ളവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കുക. ഇതൊക്കെയാണ് അവരില് ഗുഡ് ജനറൽ മാനേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ ടീച്ചേഴ്സിനും നമുക്കൊക്കെ പറ്റുന്നത്. നമ്മളെ എപ്പോഴും ഓർമ്മിക്കും. പറഞ്ഞോണ്ടേയിരിക്കുക ചെയ്യണം എന്നുള്ളത്. ഓക്കെ, താങ്ക് യു. നന്നായിട്ട് പറഞ്ഞു കേട്ടോ എല്ലാവരും. ഓക്കെ, അപ്പൊ ജനറൽ മാനേഴ്സ് മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. നമുക്ക് ജനറൽ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി മിസ് ഒരു കാര്യം പറയാം. നമ്മൾ എടുക്കാൻ പോകുന്ന നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് മാൻ ആൻഡ് എൻവിയോൺമെന്റ് ആണ്, യൂണിറ്റ് 10. അപ്പോ അതിനകത്ത് മിസ് എത്ര പേരുണ്ട്? നമ്മള് 30 പേരില്ലേ? 30 പേരുണ്ടായിരുന്നു, പോയോ എല്ലാവരും? ഇപ്പൊ 25 പേരേ ഉള്ളൂ തോന്നുന്നു. 27 പേരുണ്ടാവായിരിക്കും. ഓക്കെ, നമുക്കൊരു 6th ഗ്രൂപ്പ് വേണം. 6th ഗ്രൂപ്പ് വേണം. അതിൽ 4 സ്റ്റുഡൻസും വേണം. മനസ്സിലായോ? ഒരു സെമിനാർ തരാം മിസ്. ഇപ്പൊ ഉള്ള ചാപ്റ്റർ ആണ്. ഇതിനകത്ത് ഒരു ഇത്രയും വരെ ഫസ്റ്റ് പേജ് വരെ ഒരു ഗ്രൂപ്പ് എടുക്കാം. ഫസ്റ്റ് പേജ് ഇൻട്രൊഡക്ഷൻ തൊട്ട് ആ ഫസ്റ്റ് പേജ് വരെയും ഒരു ഗ്രൂപ്പ് എടുക്കാം. ഇനി എൻവയോൺമെന്റ് പൊല്യൂഷൻ തൊട്ട് എയർ പൊല്യൂഷൻ, അതിന്റെ കോസസും കോൺസിക്വൻസസും വരെയും ഒരു ഗ്രൂപ്പ് എടുക്കാം. നെക്സ്റ്റ് ലാൻഡ് പൊല്യൂഷൻ, അത് നെക്സ്റ്റ് ഗ്രൂപ്പ് എടുക്കാം. സൗണ്ട് പൊല്യൂഷൻ നെക്സ്റ്റ് ഗ്രൂപ്പ് എടുക്കാം. റേഡിയേഷൻ പൊല്യൂഷൻ നെക്സ്റ്റ് ഗ്രൂപ്പ്. ലാസ്റ്റ് വരുന്നത് ലാസ്റ്റ് ഗ്രൂപ്പ് എടുക്കാം. ഇത്ര മുതൽ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ, കൺട്രോൾ ബോർഡ് തുടങ്ങി ലാസ്റ്റ് പേജ് വരെ, ലാസ്റ്റ് വരെ ഇത്രേ ഉള്ളൂ. ഇത്ര വരെയും നെക്സ്റ്റ് ഗ്രൂപ്പ് കൊടുക്കാം. 6 ഗ്രൂപ്പ് വേണം നമുക്ക്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ് തൊട്ട് ഗ്രൂപ്പ് എത്ര ആണത് മാം? 4 ആൾക്കാർ വേണം. ഓക്കെ, 6 ഗ്രൂപ്പ് 4 മെമ്പേഴ്സ്. 4 മെമ്പേഴ്സും വേണം. ഇനി മിസ് പറയാം ചെയ്യേണ്ടത്. ഈ ടോപ്പിക് മനസ്സിലായോ? ടോപ്പിക് हाँ मैम, यूनिट 10 फुल चैप्टर मैन एंड एनवायरनमेंट. ഓക്കെ, അപ്പോ ഫസ്റ്റ് ഗ്രൂപ്പ് ഇൻട്രൊഡക്ഷൻ മുതൽ, മാൻ ആൻഡ് എൻവയോൺമെന്റ് ഇൻട്രൊഡക്ഷൻ മുതൽ എൻവയോൺമെന്റ് പൊല്യൂഷന്റെ തൊട്ട് മുൻപ് വരെ ആ ഫസ്റ്റ് പേജ് വരെയും ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കാം. സെമിനാർ ആണ് കേട്ടോ. ക്ലിയർ ആയില്ലേ? ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് എടുക്കേണ്ടത് എൻവയോൺമെന്റൽ പൊല്യൂഷൻ, അത് ഇൻട്രൊഡക്ഷൻ പറയാം. എയർ പൊല്യൂഷൻ വരെ പറഞ്ഞു നിർത്താം. മൂന്നാമത്തെ ഗ്രൂപ്പ് പറയുന്നത് ലാൻഡ് പൊല്യൂഷൻ ആയിരിക്കണം. 4th ഗ്രൂപ്പ് സൗണ്ട് പൊല്യൂഷൻ. 5th ഗ്രൂപ്പ് റേഡിയേഷൻ പൊല്യൂഷൻ. ആൻഡ് ലാസ്റ്റ് ഗ്രൂപ്പ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, അതെടുക്കുക. ക്ലിയർ ആയോ ടോപ്പിക്? 4 ആളുകൾ വേണം ഒരു ഗ്രൂപ്പില്. 6 ഗ്രൂപ്പ് വേണം നമുക്ക്. ഓക്കെ, അത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി, അല്ലെങ്കിൽ മിസ് പറയണോ? തീരുമാനിച്ചോളോ? 6 ഗ്രൂപ്പ് വേണം, 4 ആളുകൾ വേണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ തിരഞ്ഞെടുക്കാം. ഓക്കെ, ഇനി മിസ് പറയാം. സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ ഇല്ല ആൾക്കാരല്ല മാം, മീൻസ് കുറെ ആള് ട്രെയിനിങ് ആയിട്ട് പോകുന്നുണ്ട്, കുറെ ആള് അഡീഷണൽ ആയിട്ട് വരൂല. നെക്സ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവര് ചെയ്താല് പോരെ? മീൻസ് ഫുൾ കൺഫ്യൂഷൻ ആവും മാം. ഫുള്ള് ഇപ്പൊ അറ്റൻഡ് ചെയ്യാത്തവര് ഫുൾ കൺഫ്യൂഷൻ ആവും. ഗ്രൂപ്പിൽ ഇപ്പൊ ഇത് ഡിസ്കഷൻ ആവും, അപ്പൊ അവര് ഫുൾ കൺഫ്യൂഷൻ ആവും. അപ്പൊ ഇതിലിപ്പൊ പ്രസന്റ് 24 മെമ്പേഴ്സ് ഉണ്ട്. 24 മെമ്പേഴ്സ് അവർ ഓക്കെ ആയെങ്കിൽ എല്ലാരും കമന്റ് ഇല്ലെങ്കിൽ ലൈക്ക് തംസ് അപ്പ് കൊടുക്കാം. ഓക്കെ ഓക്കെ, എന്തായാലും നിർബന്ധമായിട്ടും ചെയ്യണം കേട്ടോ. ഇതിനൊക്കെ പ്രത്യേക ഇതുണ്ട്. പിന്നെ ഈ 24 ആളും ബാക്ക്ഔട്ട് ആയിക്കൂടാ മാം. 24 മെമ്പേഴ്സ് ബാക്ക്ഔട്ട് ആയിക്കൂടാ. മീൻസ് ഇനി ഗ്രൂപ്പിൽ പോയിട്ട് റിക്വസ്റ്റ് ചെയ്യാൻ കഴിയാം മാം. എസ്പെഷ്യലി നിലവിലുള്ള ആൾക്കാർ മതി. എസ്പെഷ്യലി നാദിയ. എന്താണ്
എസ്പെഷ്യലി നാദിയ മാം. നാദിയ റെസ്പോണ്ട് തരൂല. ഇപ്പൊ നാദിയ ഇപ്പൊ പ്രസന്റ് ആയിട്ടുണ്ട് ആ. ക്ലാസ് റൂമില്. അപ്പൊ ഇനി ഗ്രൂപ്പിൽ ഇപ്പൊ ഒന്നിനും റെസ്പോണ്ട് തരൂല. അപ്പൊ അവരിപ്പോളെ പറയുന്നത് നല്ലത് മാം, പ്രസന്റ് ചെയ്യോ ഇല്ലേന്ന്. ആ നാദിയ പറയണം, നിർബന്ധമായിട്ടും പങ്കെടുക്കുക ഓരോരുത്തരും. ഓക്കെ, ഇപ്പോഴുള്ള മീൻസ് 4 മെമ്പേഴ്സിന്റെ 6 ഗ്രൂപ്പ് അല്ല മാം. അപ്പൊ നാദിയനെ ഒരു ഗ്രൂപ്പിൽ ഇട്ടപ്പോ അവർ എന്തോ റെസ്പോണ്ട് കൊടുക്കാതെ അപ്പൊ അവർക്ക് പ്രോബ്ലം ആവും. ഇട്ടോളൂ, ഒരു ഗ്രൂപ്പിൽ ഇടാം, മെമ്പറായിട്ട് ഇടാം. ഞാൻ പറയട്ടെ ഇനി. അപ്പോ ടോപ്പിക്കും കിട്ടി, 6 ഗ്രൂപ്പ് ഉണ്ട്, 4 മെമ്പേഴ്സും വേണം അതിനകത്ത്. ഓക്കെ, ഇനി കൂടുതൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കേട്ട്. ഇപ്പൊ 2 പേര് എക്സ്ട്രാ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ ജസ്റ്റ് ഒന്നാമത്തെ ഗ്രൂപ്പിലോ രണ്ടാമത്തെ ഗ്രൂപ്പിലോ കേറ്റാം. അപ്പൊ ഒരു ഗ്രൂപ്പിൽ 5 ആളാവും, അത് കുഴപ്പമില്ല. മനസ്സിലായോ? ഓക്കെ, ഇനി ഫസ്റ്റ് ഗ്രൂപ്പുകാര് നെക്സ്റ്റ് ക്ലാസ് തൊട്ട് പ്രസന്റ് ചെയ്ത് തുടങ്ങാം. നിങ്ങൾക്ക് ഇതിലുള്ള ടോപ്പിക് മാത്രം അല്ലെങ്കിൽ ഇതിലുള്ള കാര്യങ്ങൾ മാത്രം പറയാതെ എക്സ്ട്രാ നെറ്റിലൊക്കെ നോക്കിയിട്ട് പറയാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ പ്രസന്റ് ചെയ്യുമ്പോൾ ഒരാള് വെൽക്കം ചെയ്യാം, ബാക്കിയുള്ള സ്റ്റുഡൻസിനെയും മിസ്സിനെയും വെൽക്കം ചെയ്യണം. വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും വേണമെങ്കിൽ ടോപ്പിക് പ്രസന്റ് ചെയ്യാം, അല്ലെങ്കിൽ 1 or 2 ആളുകൾ പ്രസന്റ് ചെയ്യാവുന്നതാണ്. ഇനി അവര് പ്രസന്റ് ചെയ്തതിന് ശേഷം വേറെ മെമ്പർ ഉണ്ടാവുമല്ലോ, നമ്മുടെ 4 പേരുകൾ ഉണ്ടാവില്ലേ, 4 ആൾക്കാരില്ലേ, അതിനകത്ത് ഒരാള് നിങ്ങള് എടുത്ത ടോപ്പിക്കിനെ കുറിച്ചിട്ട് മറ്റുള്ള ഗ്രൂപ്പിലെ ആളുകളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്? അവര് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ആ ടോപ്പിക് അപ്പൊ തന്നെ പഠിക്കാൻ പറ്റുമല്ലോ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ക്ലിയർ ആയോ? വെൽക്കം ചെയ്യാം, ടോപ്പിക് പ്രസന്റ് ചെയ്യണം, ക്വസ്റ്റ്യൻസും ചോദിക്കണം. അതുപോലെ തന്നെ 4ാമത്തെ ആള് അതെല്ലാം ഒന്ന് ടോപ്പിക് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് 4ാമത്തെ ആൾ എന്ത് ചെയ്യണം? എന്താണ് ഇപ്പോ പറഞ്ഞ ടോപ്പിക് ഒന്ന് ക്രോഡീകരിച്ച്, എല്ലാം കൂടി ഒന്ന് ക്രോഡീകരിച്ച് കോർഡിനേറ്റ് ചെയ്ത് ആ ടോപ്പിക് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം എന്താണെന്നുള്ളത്. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? വെൽക്കം വേണം, പ്രസന്റ് ചെയ്യണം, ക്വസ്റ്റ്യൻസ് ചോദിക്കണം, ക്രോഡീകരിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ആ ടോപ്പിക്കിനെ കുറിച്ചൊന്ന് പറയാം. ഓക്കെ, ഓക്കെ ആണോ? അപ്പൊ നെക്സ്റ്റ് മൺഡേ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെ അതില് 3rd മെമ്പർ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് ചോദിച്ചാൽ മതി. അതിലെ തന്നെ നിങ്ങൾ എടുത്ത ടോപ്പിക് ഏതാണോ ആ ക്വസ്റ്റ്യൻസ് അതിലെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ മതി. അപ്പൊ നമുക്കറിയാൻ പറ്റും ആരാണ് ശ്രദ്ധിക്കാതിരിക്കുന്നത്, അല്ലെ? ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അറിയാൻ പറ്റും നമുക്ക്. ഓക്കെ, എല്ലാവരും കറക്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കാം. ഇനി ഇപ്പോ ഫസ്റ്റ് ഡേ തന്നെ ഇപ്പൊ ഒരു നമ്മള് 12 to 1 വരെയാണല്ലോ നമ്മുടെ ടൈം. 12:30 ആയപ്പോ ഒരു ഗ്രൂപ്പിന്റെ സെമിനാർ കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് 12:30 to 1 മണി വരെ നെക്സ്റ്റ് ഗ്രൂപ്പ് ചെയ്യണം. മനസ്സിലായോ? ഞങ്ങൾ പ്രിപ്പയർ ആയിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല, അല്ലെങ്കിൽ ഒന്നും നോക്കിയിട്ടില്ല എന്ന് പറയരുത്. ഓക്കെ, അപ്പോ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ മാക്സിമം ഒരു 2 ഗ്രൂപ്പ് ഒക്കെ വരെ പ്രിപ്പയർ ആയിട്ടിരിക്കാം. ഇനി എപ്പോ വരും, അല്ലെങ്കിൽ ചിലപ്പോ ഞാൻ ഇപ്പൊ തൊട്ടൊന്ന് പ്രിപ്പയർ ആയിട്ട് നോക്കാം കേട്ടോ. പ്രിപ്പയർ ആയിട്ട് ചെയ്യാം. ആദ്യ ഗ്രൂപ്പ് ഏതാണെന്ന് നോക്കാം, മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യാം. 6 ഗ്രൂപ്പ് വേണം, 4 മെമ്പേഴ്സ് വേണം. ഓക്കെ മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ മാം? നെക്സ്റ്റ് മൺഡേ മാമിന്റെ ക്ലാസ് ആണോ? ആയിരിക്കുള്ളൂ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോ ഇടയ്ക്കിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തുടങ്ങി, ഇന്ന് തുടങ്ങി ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കാം കേട്ടോ. നിങ്ങൾ ചിലപ്പോ അറിയാൻ പറ്റില്ല, മിസ്സോ ആരെങ്കിലും ഒക്കെ ലീവ് ആയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിട്ട് കയറാം മിസ്. അപ്പോ എന്റെ കയ്യിൽ ഇല്ല, ഞങ്ങൾ പ്രിപ്പയർ ആയിട്ടില്ല എന്ന് പറയരുത്. നെക്സ്റ്റ് ക്ലാസ് മുതൽ നമ്മൾ തുടങ്ങും. അപ്പൊ ഇന്ന് തുടങ്ങിയിട്ട് നിങ്ങൾ നോക്കി വെക്കാം. നെറ്റിൽ നിന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിന്നൊക്കെ റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതിലത്തെ മാത്രം നോക്കിയിട്ട് വരേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മളിപ്പോ ടീച്ചേഴ്സ് ആവാൻ പോണ സ്റ്റുഡൻസ് അല്ലേ, ജസ്റ്റ് ഒക്കെ ഒന്ന് നോക്കാം. പുറത്തു നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. മനസ്സിലായോ? ക്ലിയർ ആയോ? സെമിനാർ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടതെന്നുള്ളത്? ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് ഒക്കെ പ്രിപ്പയർ ആവാട്ടോ. ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? താങ്ക് യു. താങ്ക് യു മിസ്.